ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന ഒരു മെഴുക്കുവരട്ടിയാണ് ചെയ്ത് നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതും നമുക്കറിയാവുന്നതുമാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. സാധാരണ നമുക്കൊക്കെ നമ്മളൊക്കെ വീട്ടിൽ ചോറ് വെക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു തോരനോ മെഴുക്കുവരട്ടിയോ ഒക്കെ വെക്കും. പിന്നെ വേറെ എൻ്റെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ് ഈ മെഴുക്കുവരട്ടി എന്ന് സാധനം. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ ഓരോ ഫുഡ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ അറിയാൻ പറ്റവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കോവയ്ക്കൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഇപ്പോൾ നല്ല പച്ചയാണ്, ചിലപ്പോൾ വഴുത്തൊക്കെ ആയിരിക്കും കിട്ടും. ഞാനൊന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞ് ഈ രണ്ട് സൈഡും ഒന്ന് ചെത്തി കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെക്കുക. ഇത് പഴുത്ത കുഴപ്പമില്ല, പഴുത്താണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മെഴുക്കുവരട്ടിക്ക് അരിയുമ്പോഴത്തേക്കും ഈ രീതിക്ക് വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുകൊണ്ട് തോരൻ വെക്കാം, തീയൽ വെക്കാം, പീര വറ്റിക്കാം, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ചെയ്യാം കോവയ്ക്കായും കൊണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വേലിപ്പടപ്പിൽ നിന്നൊക്കെ വേലിയിലൊക്കെ വന്ന് ചുമ്മാ കിളുക്കുന്ന ഒരു സാധനം. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട, ഇഷ്ടംപോലെ കിളുക്കുന്നത്. പെട്ടെന്നൊന്ന് ഓടിച്ചെന്ന് പറിച്ച് ഇച്ചിരി എടുത്ത് ഇതുപോലെ മെഴുക്കുവരട്ടി വെക്കുക, അല്ല തോരൻ വെക്കുകയൊക്കെ ചെയ്യും. കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതുപോലുള്ള സാധനങ്ങളായിരിക്കും കൂടുതലും എല്ലാ വീട്ടമ്മമാരും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കോവയ്ക്കെല്ലാം അരിഞ്ഞ് വെച്ചു. ഇത് കുറച്ച് കൂടുതലുണ്ട്, ഇരുന്നോട്ടെ. ഇപ്പോൾ ഉച്ചക്കത്തേക്കും കഴിക്കാം, വൈകിട്ടത്തേക്കും കഴിക്കാം. അപ്പോൾ കോവയ്ക്ക മെഴുക്കുവരട്ടിക്കുള്ള സാധനമെല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്നോ. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. കാര്യം ഇതേപോലുള്ള സാധനത്തിൽ നിന്ന് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരര ടീസ്പൂൺ അളവിൽ പെരുംജീരകം, ഇനി അതിൻ്റെ അകത്തോട്ട് 5-6 വെളുത്തുള്ളി, 2-3 പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കും. സവോളയ്ക്ക് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്, ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും, ഒരു 5-6 വെളുത്തുള്ളി, 2-3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ചെറുതായിട്ടൊന്ന് ചുമക്കണം. ഇത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പം നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. കുറച്ച് ചതച്ച മുളക്, ഇത് എരിവില്ലാത്തതാണ്. എരിവുള്ളതുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇടാവുള്ളൂ. ഞാൻ 2 ടീസ്പൂൺ അളവിൽ ആ ചതച്ച മുളക് അങ്ങോട്ടിടും. അതിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കോവയ്ക്ക കൂടെ ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുകയാണ്. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പില അതിവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മെഴുക്കുവരട്ടിക്ക് ഒരല്പം എണ്ണയുടെ ആവശ്യമുണ്ട് കേട്ടോ. എണ്ണ അല്പം വേണം, എന്നാൽ മാത്രമേ നമുക്കത് ആ മെഴുക്കുവരട്ടിയുടെ രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർക്കാൻ മറക്കല്ലേ. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാതാണല്ലോ മെഴുക്കുവരട്ടി സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എണ്ണ ചിലപ്പോൾ ഒരല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കണമെന്ന് പറയും. അപ്പം ഈ എണ്ണയ്ക്കകത്താണ് ഇത് കിടന്ന് ആ മെഴുക്കുവരട്ടിയുടെ രീതിക്ക് നല്ലൊന്ന് നാകണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഞാനൊന്ന് അടച്ചു വെക്കുകയാണ്. ഈ കോവയ്ക്ക ഒന്ന് വേഗം ചെയ്യണം, എന്നാൽ അത് വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്നും ഇരിക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ ചെറിയ തീയിലാണ് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല. കാര്യം മുളക് പൊടി ഇടുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും. ഒരു പക്ഷേ മുളക് പൊടി കുരുമുളക് പൊടിയും ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇത്തിരി എരിവ് വേണമെന്നുള്ളത് മുളക് പൊടിയോ അല്ല കുരുമുളക് പൊടിയോ ചേർക്കാവുന്നതാണ്. ഈ ചെറിയ തീ കിടന്ന് ഒരു അല്പം കൂടെ ഒന്ന് റെഡിയാവാറുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇപ്പോൾ എണ്ണയുടെ കുറവുണ്ടെങ്കിൽ ഒരൽപ്പം ചേർക്കാവുന്നതാണ്. കാര്യം ആ എണ്ണയ്ക്കകത്താണ് ഇത് റെഡിയാവേണ്ടത്. ഒന്നും പറഞ്ഞ് ഒരുപാടൊന്നുമില്ല കേട്ടോ. ഒരു ടീസ്പൂൺ അളവ് ഞാൻ വെളിച്ചെണ്ണയോട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ എണ്ണ കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയോട് ഒഴിച്ച്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗം കൂടെ റെഡി ആവാറുണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേക്കും കോവയ്ക്ക മെഴുക്ക് വരട്ടി റെഡിയാവും. കുറച്ച് സമയം കൂടെ ഒന്നിരിക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കരിഞ്ഞു പോവല്ലേ. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അടുക്കി പിടിക്കല്ല, കരിഞ്ഞും പോകല്ല. എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി റെഡിയായി. കാരണം ഇത് അടുപ്പ് ഇരിക്കത്തോറും ഇത് കറക്കും, കുറച്ചുകൂടെ അങ്ങ് മുറി. അപ്പോൾ ഏത് പരുവത്തിൽ വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു മെഴുക്ക് വരട്ടിയുടെ പരുവത്തിൽ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എരിവ് മെഴുക്ക് വരട്ടിക്കെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ തോർന്ന് ഇതൊന്നും ഒരുപാട് എരിവൊന്നും വേണ്ട. ചെറിയ എരിവ് മാത്രമേ പാടുള്ളൂ. ഇത്തിരി എരിവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റൊക്കെ പോകും. അപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പൊക്കെ നിർത്താം. ഇപ്പം നമ്മൾ ഈ മെഴുക്ക് വരട്ടിക്ക് നീളത്തിലരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ മെഴുക്ക് വരട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ കോട്ടയം അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ എന്ന് പറയുന്നത് മെഴുക്ക് വരട്ടി തന്നെയാണ് പറയുന്നത്. ചില സ്ഥലത്തൊക്കെ അത് പാലക്കാടൊക്കെയാണ് തോന്നുന്നു ഉപ്പേരി എന്ന് പറയുന്നത് അല്ലേ. നമ്മളോട് ഉപ്പേരി എന്ന് പറയാം ചക്ക ഉപ്പേരിക്കൊക്കെയാണ് പറയുക. ചക്ക ഉപ്പേരി, അതിൻ്റെ ചിപ്സ് ഉപ്പേരി, അതിനൊക്കെ ഉപ്പേരി എന്ന് പറയും. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഓരോ ഫുഡിൻ്റെ പേരും ഉണ്ടാക്കുന്ന രീതിയൊക്കെ. അപ്പം നല്ല രുചികരമായ ഒരു മെഴുക്ക് വരട്ടി ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്ന പറ്റിയൊരു ഐറ്റമാണല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാടുപ്പെട്ട എല്ലാവർക്കും അറിയാം മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നതും തോരനുണ്ടാക്കുന്നതൊക്കെ. അപ്പം നമ്മളിതെല്ലാം ഒന്ന് പാത്രത്തിലോട്ട് മാറ്റി. ഇപ്പം നമുക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറുണ്ണുമ്പോഴേ ഒരല്പം തോരനോ മെഴുക്ക് വരട്ടിയോ ഇത്തിരി പുളിശ്ശേരി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് നമ്മുടെ ഊണ് അല്ലേ. പിന്നെ വേറെ രണ്ട് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളും ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ചോറിൻ്റെ അകത്ത് ഒരല്പം മെഴുക്ക് വരട്ടിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവരത് കൂട്ടിയെങ്കിലും കഴിക്കും. പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ് മെഴുക്ക് വരട്ടി. അപ്പോൾ ഇത് അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ വേറെ ആരുണ്ട്, ഒരിക്കൽ കൂടി ഞാൻ പറയണം, വലിയൊരു സംഭവമായിട്ട് ആരും കരുതല്ലേ. വളരെ സിമ്പിളായിട്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നു വിധം ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തിയണം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.